ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒന്നാമത്തെ ദിവസമാണിന്ന്. ഞങ്ങൾ ആദ്യം പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാ കാറിൽ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഞങ്ങളെ വന്ന് പിക്ക് ചെയ്യുന്നത് ധർമ്മശാലയിൽ വെച്ചായിരിക്കും. അപ്പോൾ ഞങ്ങൾ കാറെടുത്ത് നേരെ ധർമ്മശാലയിൽ പോയി ധർമ്മശാലയിൽ നിന്ന് അടുത്ത ട്രിപ്പ് പോകും. ധർമ്മശാല എത്തി അധികം വൈകുന്നതിന് മുമ്പേ തന്നെ സനീഷ് ബ്രോ വന്നു. സനീഷ് ബ്രോ പോകുന്നത് ചെന്നൈയിലേക്കാണ്. അപ്പോൾ പുള്ളി ഇലക്ട്രോണിക് സിറ്റി വഴിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കെങ്കേരി ഇറങ്ങി അവിടുന്ന് ഒരു മെട്രോ എടുത്ത് പോകാമെന്നുള്ളതാണ് പ്ലാൻ. പോകുന്ന വഴി ഒന്ന് മുത്തപ്പനെ പുറത്ത് നിന്ന് കണ്ട് തൊഴുത് ഞങ്ങളുടെ ട്രിപ്പൊക്കെ നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയിൽ ആകെ പാടുണ്ടായിരുന്നത് ഈ മാക്കൂട്ടം ചുരം റോഡ് മാത്രമാണ്. ഇതാകെ പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായി കിടക്കുകയാണ്. പക്ഷെ കാലാവസ്ഥ നല്ലതായിരുന്നു. നല്ല ചാറ്റൽ മഴയും നല്ല മഞ്ഞും ഒക്കെയായി യാത്ര അടിപൊളിയായിരുന്നു. കൂർഗ് ഗേറ്റിലിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ യാത്ര വീണ്ടും തുടർന്നു. ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾക്ക് നാളെ രാവിലെയാണ് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഡൽഹിയിൽ നിന്നും ഒരു കാറ് വാങ്ങാനാണ് ഈ ട്രിപ്പ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. ഞാനും വിനീതും ഇതിനു മുന്നേ ഡൽഹിയിൽ നിന്നൊരു കാറ് വാങ്ങി നാട്ടിലേക്ക് ഓടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ധൈര്യമായിട്ട് ഡൽഹിയിൽ പോയി ഒരു കാർ എടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്നല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ കുറവാണ്. എന്നാലും വിനീതാണ് എനിക്ക് ധൈര്യം തന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചൊരു വ്ളോഗ് ചെയ്യാം, ഡൽഹിയിൽ വന്ന് ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാമെന്ന്. ഇങ്ങനെ സംസാരിച്ചോ വ്ളോഗ് ചെയ്തോന്നും യാതൊരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് എത്രത്തോളം നന്നാവും, എന്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഒരു ഐഡിയയും ഇല്ല. എന്നാലും ഒരു ചെറിയ ശ്രമം എന്നുള്ള നിലയിൽ ഇത് ചെയ്യാണ്. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ മെട്രോ എടുത്ത് നേരെ വിവേകാനന്ദ മെട്രോ, അതാണ് എനിക്ക് എൻ്റെ വീട്ടിനടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് മെട്രോ, അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇത്രയേ സംഭവിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ ദിവസത്തെയും എക്സ്പീരിയൻസ് ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ.